പ്രിയപ്പെട്ടവരെ, അയോധ്യ രാമക്ഷേത്ര കൊള്ളയിൽ RSSന് കടുത്ത അതൃപ്തി. സംഘടനയുടെ വിമർശനത്തിന് പിന്നാലെയാണ് ചമ്പത് റായ്, അനിൽ മിശ്ര എന്നിവർ പദവി രാജിവെച്ചത്. ജൂൺ 18, 19 തീയതികളിൽ നടന്ന VHP യോഗത്തിൽ RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാള ഇരുവർക്കുമെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു. നോവൽ മാരിക്കാരനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നോവൽ മാരിക്കാരൻ, RSSന് പോലും കടുത്ത അതൃപ്തിയാണ് ഈ അയോധ്യയിലെ രാമക്ഷേത്ര സംഭാവന കൊള്ളയിലെന്നാണ് മനസ്സിലാക്കുന്നത്. ആരും പ്രതീക്ഷിച്ചതല്ല, പക്ഷേ കോടികളുടെ നഷ്ടമുണ്ടാക്കിയിരിക്കുന്നു. കോടികളുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. അതിന് നേതൃത്വം നൽകിയതാവട്ടെ VHPയുടെ വൈസ് പ്രസിഡന്റാണ്. RSSന് അതൃപ്തി ഉണ്ടാവുന്നു. VHPയുടെ വൈസ് പ്രസിഡന്റ് അടക്കം രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഈ കുറ്റം ചെയ്തവരെ സംരക്ഷിക്കാൻ RSSോ BJP സംസ്ഥാന സർക്കാരോ ഉണ്ടാവില്ല എന്ന സൂചനയാണോ നമുക്ക് ലഭിക്കുന്നത്? നോബൽ മാരിക്കാരൻ. അരുൺ, രാമക്ഷേത്ര സംഭാവന ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് RSS കടുത്ത അതൃപ്തിയിലാണ് ഉള്ളത്. കാരണം RSSും വിശ്വ ഹിന്ദു പരിഷത്തുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ചമ്പത് റായ് അടക്കമുള്ള ആളുകളാണ് ഇതിന്റെ നേതൃത്വത്തിലുണ്ടായത്. സ്വാഭാവികമായും ഇങ്ങനെ, അതായത് രാമക്ഷേത്രം എന്ന് പറയുന്നത് ഒരു പ്രസ്റ്റീജിയസ് പ്രോജക്റ്റ് അല്ലെങ്കിൽ പ്രസ്റ്റീജിയസ് സംവിധാനം ആയിരുന്നു RSSന്റെ. അവിടെയാണ് ഇങ്ങനൊരു വലിയ ക്രമക്കേട് ഉണ്ടായിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപ തട്ടിയെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. കടുത്ത അതൃപ്തി നേരത്തെ തന്നെ RSSന് ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 18, 19 തീയതികളിൽ ഹരിദ്വാറിൽ വെച്ച് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഒരു നിർണായക യോഗം ഉണ്ടായിരുന്നു. ആ യോഗത്തിൽ ചമ്പത് റായ്, അതോടൊപ്പം തന്നെ ഗോപാൽ റാവ് എന്നിവർ അയോധ്യയിൽ നിന്ന് പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ആ യോഗത്തിൽ RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാള വലിയ വിമർശനം ഈ രണ്ടുപേർക്കെതിരെയും ഒപ്പം ഈ ക്ഷേത്ര ട്രസ്റ്റുമായി ബന്ധപ്പെട്ടും ഉന്നയിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത് വലിയ സമ്മർദ്ദം ചമ്പത് റായ് അടക്കമുള്ളവരിൽ ഉണ്ടാക്കി. അത് മാത്രമല്ല, വ്യാഴാഴ്ച വൈകിട്ട് RSS നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും അതോടൊപ്പം തന്നെ VHPയുടെ ഭാഗത്തും നിർണായകമായ ഫോൺ കോളുകൾ ഇവർക്ക് എത്തി എന്ന് അറിയാൻ കഴിഞ്ഞു. അതിന് പിന്നാലെയാണ് ഇന്നലെ ചമ്പത് റായ് എന്താണെങ്കിലും രാജിവെച്ചിരിക്കുന്നത്. അനിൽ മിശ്ര അടക്കമുള്ളവർ രാജിവെച്ചിരിക്കുന്നത് എന്നാണ് വിവരം ഉള്ളത്. നിലവിൽ RSSോ അല്ലെങ്കിൽ BJPയോ ഇവരെ സംരക്ഷിക്കുന്നില്ല എന്നതിന്റെ സൂചന കൂടിയായി വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിലയിരുത്താൻ കഴിയും. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഈ യോഗി ആദിത്യനാഥ് അയോധ്യ സന്ദർശിച്ചിരുന്നു. ആ ഘട്ടത്തിൽ ഒന്നും ചമ്പത് റായെ അതുമായി ബന്ധപ്പെട്ട് ആ പരിസരത്തേക്ക് അടുപ്പിക്കുകയോ അല്ലെങ്കിൽ ഈ കൂടിക്കാഴ്ച നടത്തുന്നതിന് അനുമതി നൽകുകയോ ഒന്നും ചെയ്തിരുന്നില്ല. മുഖ്യമന്ത്രി കടുത്ത അതൃപ്തിയിലാണ് ഈ വിഷയത്തിൽ ഉള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. BJP നേതൃത്വം, RSS നേതൃത്വം, അതോടൊപ്പം തന്നെ വിശ്വ ഹിന്ദു പരിഷത്ത് നേതൃത്വം ഒക്കെ പൂർണ്ണമായും കൈവിട്ട പശ്ചാത്തലത്തിൽ കൂടിയാണ് ചമ്പത് റായ് അടക്കമുള്ളവർ രാജിവെച്ചത് എന്ന വിവരം പുറത്തേക്ക് വരുന്നു. ശക്തമായ സമ്മർദ്ദം ഇവർക്ക് മേൽ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ആണെങ്കിലും ഇനിയിപ്പോൾ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ, ചമ്പത് റായ് അടക്കമുള്ള പ്രധാനപ്പെട്ട ആളുകളുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. രസീതോടെയും അല്ലാതെയൊക്കെ വാങ്ങിയ സ്വർണ്ണക്കട്ടി, വെള്ളിക്കട്ടി, പണം അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇവർ തട്ടിയെടുത്തിട്ടുണ്ട് എന്നാണ് പുറത്തേക്ക് വരുന്ന വിവരം. വിശദമായി തന്നെ SIT വീണ്ടും ചമ്പത് റായ് അടക്കമുള്ള ഈ ട്രസ്റ്റ് അംഗങ്ങളെ ചോദ്യം ചെയ്യുമെന്ന് അറിയാൻ കഴിയുന്നു. അരുൺ. ഓക്കെ, താങ്ക് യു. നോബൽ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അത്രയും വലിയ കൊള്ളയാണ് അയോധ്യയിൽ നടന്നത് എന്നുള്ളതാണ്. ഞെട്ടിക്കുന്ന കൊള്ള. 200 കോടിയിൽ പരം രൂപയാണ് സംഭാവനയ്ക്ക് നൽകിയത്. അതിൽ സ്വർണ്ണമായിട്ട് കൊടുത്തവരുണ്ട്, കട്ടകളായിട്ട് കൊടുത്തവരുണ്ട്. ഇതെല്ലാം എടുത്തുകൊണ്ട് പോയാണ് ഈ പറയുന്ന ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റ് ഭാരവാഹികൾ വലിയ കൊള്ള നടത്തിയിരിക്കുന്നത്. RSSനല്ല, ഏതൊരു വിശ്വാസിക്കും മനസ്സിലൽപ്പം വേദനയും നീരസവും ഒക്കെ ഉണ്ടാവും, അല്ലേ? അതിന് നേതൃത്വം നൽകിയതാവട്ടെ VHPയുടെ വൈസ് പ്രസിഡന്റായ ചമ്പത് റായ് എന്ന് പറയുന്നയാൾ. അയാളായിരുന്നു ട്രസ്റ്റിന്റെ ചുമതലക്കാരൻ. വിശ്വസിച്ചേൽപ്പിച്ചതാണ്. ഒടുവിൽ യോഗി ആദിത്യനാഥിനെയും പറ്റിച്ചു കളഞ്ഞു ഈ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റ് അഡ്മിനിസ്ട്രേറ്റർമാർ എന്നുള്ളതാണ്. വിശ്വസിച്ചത് മനുഷ്യരെ നിങ്ങൾ പറ്റിച്ചാലുണ്ടല്ലോ, ഒരു കാരണവശാലും നന്നാവാൻ പോകുന്നു.